എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് തൽബീന. അപ്പോൾ ഇതിൽ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബാർലിയാണ്. അപ്പോൾ ബാർലിയും നട്ട്സും അതുപോലെ തന്നെ കുറച്ച് ഡേറ്റ്സ് ഒക്കെ ചേർത്തിട്ട് മധുരമൊന്നും എക്സ്ട്രാ ചേർക്കാതെ തയ്യാറാക്കുന്ന ഈ ഒരു തൽബീന നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ തൽബീന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ബാർലിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബാർലി ഇരിക്കുന്നത്. ഒരു ഗോതമ്പിൻ്റെയൊക്കെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 1/2 കപ്പാണ് എടുക്കുന്നത്. ഇത് നന്നായി കഴുകി എടുത്ത ശേഷം ഒന്ന് ഉണക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബാർലി പൊടി വെച്ചിട്ടാണ് ഈ ഒരു തൽബീന എന്നുള്ള ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. നമ്മൾ ഈ തൽബീന തയ്യാറാക്കുമ്പോൾ മധുരത്തിനായിട്ട് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഒന്നും ചേർക്കാറില്ല. പകരം ചേർക്കുന്നത് ഡേറ്റ്സ് ആണ്. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ മധുരത്തിനാവശ്യമായ ഡേറ്റ്സ് ചേർക്കാം. ആദ്യം നമുക്ക് ഡേറ്റ്സിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 10 ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇതിലേക്ക് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒരു 15 ബദാമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 15-20 കാഷ്യൂനട്ടും കൂടി ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കൂടാതെ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഹണിയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ ബാർലിയൊക്കെ കഴുകി പൊടിച്ച് വെച്ചിട്ടുള്ള ബാർലി പൊടിയാണ്. നമുക്ക് ഇങ്ങനെ ഒരു ബാർലി പൊടി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്താലും മതി. ഇത് ഞാൻ 2 ടേബിൾ സ്പൂണാണ് പാത്രത്തിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുത്ത് വയ്ക്കാം. ഇങ്ങനെ കലക്കിയെടുത്ത ശേഷം നമ്മൾ തിളയ്ക്കുന്ന പാലിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ ഒട്ടും കട്ട പിടിക്കാതെ തന്നെ കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ പൊടി ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ട കുത്തി പിടിക്കുന്നതാണ്. അപ്പോൾ നന്നായി മിക്സ് ആവുന്ന വരെയാണ് ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടത്. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ബാർലി മിക്സൊക്കെ നന്നായി പാലുമായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൽബീന എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. തൽബീന തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പോട്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഫുൾ ക്രീം മിൽക്കാണ് ചേർക്കുന്നത്. 1/2 കപ്പ് ഫുൾ ക്രീം മിൽക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ 1/2 കപ്പ് പാല് തിളപ്പിക്കാനും 1/2 കപ്പ് നമ്മൾ ബാർലി കുതിർത്ത് വെക്കാനും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കപ്പ് പാലിലാണ് നമ്മൾ ഈ ഒരു തൽബീന തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് പാല് ചെറുതായിട്ടൊരു തിളയൊക്കെ വരാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾക്ക് ഇതിലേക്ക് ബാർലി മിക്സ് ചെയ്തിട്ടുള്ള പാല് ചേർക്കേണ്ടത്. അതിനെന്താ പാലിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കലക്കി വെച്ചിട്ടുള്ള ബാർലി മിക്സും കൂടി ചേർക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ബാർലി മിക്സ് ചേർക്കാൻ. ചേർക്കുന്നതിന് മുന്നായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാം. അങ്ങനെ ബാർലി മിക്സും ചേർത്ത ശേഷം പിന്നെ കൈ വിടാതെ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ സ്ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ബാർലി നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പൊക്കെ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വേനൽക്കാലത്തും അതുപോലെ തന്നെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബാർലി. അപ്പോൾ എല്ലാവരും ഈ ഒരു നോമ്പിന് ഇതുപോലെ തൽബീനയൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് സ്ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ചെറുതായിട്ട് കുറുകി വരുന്നവരെയാണ് നമുക്കിത് ഇളക്കി യോജിപ്പിക്കേണ്ടത്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈവിടാതെ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം. സ്ത്രീകളിൽ സാധാരണ കണ്ടുവരാറുള്ള യൂറിൻ ഇൻഫെക്ഷന് അതുപോലെ കാലിൽ നീരൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ഈ ബാർലി കഴിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ശരീരത്തിന് തണുപ്പ് നൽകുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ്. വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ബാർലി. പ്രത്യേകിച്ച് ഇതിനകത്ത് പഞ്ചസാരയൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിനും കഴിക്കാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. ചെറുതായിട്ടൊരു തിക്കാവുന്നവരെയാണ് നമുക്കൊന്ന് ഇളക്കിയെടുക്കേണ്ടത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാണ് തൽബീന. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അല്പം മധുരം കൂടി ചേർക്കാവുന്നതാണ്. പാല് തിളപ്പിക്കുന്ന സമയത്ത് ഈ സൈഡിലുള്ളതെല്ലാം പാലിലേക്ക് ചേർക്കാൻ മറക്കരുത്. സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതെല്ലാം ഇളക്കി പാലിലേക്ക് ചേർത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. ചെറുതായിട്ടൊരു കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഡേറ്റ്സും കൂടി ചേർക്കാം. അപ്പോൾ ഈ ഒരു പാലിന്
അത്യാവശ്യത്തിനുള്ള മധുരമൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ പാൽ കിടന്നിട്ട് ഈ ഡേറ്റ്സ് എല്ലാം ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. അതിന് നമ്മുടെ ബാർലിയൊക്കെ ചേർത്ത ശേഷം ചെറുതായിട്ടൊക്കെ ഒരു തിളമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഡേറ്റ്സും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിനത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ ഡേറ്റ്സും ചേർത്ത ശേഷം ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഡേറ്റ്സിൻ്റെ എണ്ണമൊക്കെ ഓരോരുത്തരും അവരവരുടെ മധുരത്തിനനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാർലിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനും ഒക്കെ ഈ ബാർലി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ നമ്മുടെ പാലൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുറുകി വന്നാൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. കാഷ്നട്ടും ബദാമും ഞാൻ മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്തിട്ടുള്ള നട്ട്സ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ നട്ട്സ് ചേർത്ത ശേഷം പിന്നെ ചേർക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണിൽ പകുതിയായിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടുന്നതാണ്. അങ്ങനെ നട്ട്സും ചേർത്ത ശേഷം എല്ലാമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു ഡ്രിങ്കാണ് ഈ തൽബീന. അപ്പോൾ ഏലക്കയുടെ ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു തൽബീനയ്ക്ക് കിട്ടുന്നത്. നല്ല ക്രീമി ടെക്സ്ചറിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിച്ചിട്ടോ അതല്ലെങ്കിൽ ചൂടോടുകൂടിയോ കഴിക്കാവുന്നതാണ്. പക്ഷേ എനിക്കിത് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം വെച്ചാൽ അതുപോലെ കഴിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലൊരു ചെറിയ ബൗളിലാക്കിയിട്ട് തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ബദാമും അതുപോലെ തന്നെ കാഷ്നട്ടും ക്രഷ് ചെയ്താണ്. ഇത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ ഡേറ്റ്സും നട്ട്സും ഒക്കെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് അല്പം ഹണി ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്ക് തൽബീന ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡേറ്റ്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ നട്ട്സിൻ്റെ പൗഡറും ചേർത്തിട്ടുണ്ട്. അല്പം ഹണി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അങ്ങനത്തെ നമ്മുടെ തൽബീനയൊക്കെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തൽബീന നിങ്ങൾ ഒരിക്കലെങ്കിലും തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ വളരെയധികം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു തൽബീനയിൽ. പ്രത്യേകിച്ച് നോമ്പ് കാലത്തും അതുപോലെ തന്നെ ഈ ചൂട് സമയത്തൊക്കെ ക്ഷീണം മാറ്റുന്നതിനും ഒരു എനർജി നൽകുന്നതിനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഒരു തൽബീന. അപ്പോൾ എല്ലാവരും ഈ ഒരു നോമ്പ് കാലത്ത് തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. Thank you.